അമ്മാമേ, അമ്മാമോ, ആ വന്നു. അമ്മാമ ഡിസൈൻ ഉണ്ടോ അമ്മാമ? അച്ഛൻ പറഞ്ഞേ ആദ്യം നമ്മുടെ ബെഡ്റൂമിലൂടെ അത് ചെയ്യണമെന്ന് പറഞ്ഞു ഈ ഡിസൈൻ. അതിപ്പം എല്ലാവരും വേണമെന്നില്ല. ഞാൻ ഒരു ദിവസം ഒറ്റയ്ക്ക് വരാം. അന്ന് നമുക്ക് ഡിസൈൻ ബെഡ്റൂമിലല്ലേ അന്ന് ഡിസൈൻ ചെയ്യുന്നത്. ഞാൻ ഒറ്റയ്ക്ക് വന്നാ ഞായറാഴ്ച കേട്ടല്ലേ, അതായിരിക്കും നല്ലത്. കുർബാനയെ കൊണ്ട് ശരി ഞായറാഴ്ച വരാം കേട്ടോ. കേട്ടോ ബെഡ്റൂം വയ്ക്കോ, ചെയ്തോളാം. എന്താ അങ്ങ് അനക്കുന്ന? എന്താടാ അനക്കുന്ന? കൊട്ടാരക്കര പണിക്ക് ഓർമ്മ ഉണ്ടോ? എന്താ അവിടുത്തെ അമ്മാമേരെ കളർ ചേഞ്ച് ചെയ്യാൻ നോക്കിയല്ലേ? എന്ത് അവരാങ്ങളെ വല്ല കൂടെ വീട്ടിനകത്ത് കെട്ടിട്ട് ഇടിച്ചത്? അത് പുനലൂരല്ലായിരുന്നോടാ? പുനലൂരല്ലായിരുന്നത്? പുനലൂർ അങ്ങനെയാണോ? പിന്നെ മറ്റേ മെഴുകുതിരിയല്ലേ കണ്ണി ഉരുക്കി ഒഴിച്ച അത് അവിടെയല്ല. ഇത് എവിടൊക്കെ എന്തൊക്കെയാ കിട്ടുന്നത്? ആരും ഇതൊക്കെ എഴുതി വെക്കുന്നോ? എവിടുന്നൊക്കെ എന്തൊക്കെയാ കിട്ടുന്നത്? ഞാൻ പോട്ടാ. എവിടെ കാപ്പ് കുടിക്കാം. നിനക്ക് ഇതേ ഉള്ളൂടാ ചിന്ത. മുടി ചെയ്യടാ, മുടി ചെയ്യും. കുറച്ചു നേരം ചെയ്യും മുടി. വൈകിട്ട് 50 കുറയുമ്പോ എന്നോട് ചോദിക്കരുത്. അപ്പൊ ഞാൻ പറയും കുറച്ചു നേരം മുടി ചെയ്യായിരുന്നു. അത് 50 കുറഞ്ഞേന്ന്. ഒന്നും ചെയ്യണ്ട, എന്തെങ്കിലും ചെയ്യ്, എന്തെങ്കിലും ജോലി ചെയ്യ്. ചന്ദ്രകളഭം ചാർത്തി ഉണരും തീരം ഇന്ദ്രധനുസിൻ തൂവൽ കൊഴിയും നേരം ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു അത്ര കിടിലം പാട്ട്. നിങ്ങൾ ഇന്ന് ആസ്വദിക്കണം. എന്ത് ഭയങ്കര കിടിലം പാട്ടൊന്നുമല്ല. നടുമിന്നി പിടിച്ചിട്ട് നിനക്കെന്താടാ ബേബിയേ? ഓ നീ വേടാ. ഇവിടെ പേപ്പർ ഇവിടെ സ്ക്രാച്ച് കിടക്കുന്നു. ഇവിടെ പേപ്പർ ഇട്. പേപ്പറിലെ പഞ്ഞൊക്കെ തുടച്ചാലും മതിയാ. അത് ആ അടിക്കങ്ങ് പോട്ടെ. പേപ്പറിനെ നിരങ്ങാക്കണ്ടെങ്കിൽ ഈ ഡിസൈൻ എന്റെ ദൈവമേ ഇനി ഒരിക്കൽ കൂടി ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ എവിടുന്നിട്ട് ചെയ്യാനായത്? സൂപ്പറാ. ഞാൻ കിടന്ന് വെള്ളം കുടിച്ചത്. കണ്ടടാ അവന്റെ ആത്മാർത്ഥം കണ്ട. പരസ്യം പെയിന്റിങ്ങിന്റെ പരസ്യം പറഞ്ഞോണ്ടാവും പെയിന്റിങ്. പരസ്യമൊക്കെ പിന്നെ പടഞ്ഞു പണി ചെയ്യേ. അയ്യോ പരസ്യം പറഞ്ഞല്ല പിന്നെ അപ്പുറത്തെ വീട്ടിലെ ചെറുക്കൻ നിന്ന് പല്ലിങ്ങനെ അവനൊന്ന് ഡബ് ചെയ്ത് അണ്ണാ ടിന്നർ അവിടെ ഇരിക്കണം. എന്താടാ ടിന്നർ? എന്താ അണ്ണാ നമ്മളിന്നലെ മറ്റേ കട്ടില് പോളിഷ് ചെയ്തില്ലേ, അത് ഉണങ്ങണതിന് മുമ്പ് ഇവിടെ അപ്പൂപ്പൻ കയറി അതിൽ കിടന്ന് ഒട്ടിപ്പോയി. അപ്പൊ ഇനി ഇളകണമല്ലോ. എത്ര വയസ്സുണ്ട് പുള്ളിക്ക്? 92 വയസ്സുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ കിടക്കട്ടെ. 2 മാസം കഴിയുമ്പോഴേ അതോടുകൂടി കൊണ്ടുപോയി പിന്നെ കത്തിച്ചാൽ മതി. അത് ലാഭം ഉണ്ടല്ലോ. അത് ലാഭം. അങ്ങനെ കിടക്കട്ടെ.